പ്രേഷിതവാഹിനി വന്നിര പുതിയതൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോമിയുടെയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാന്തോ മിഷൻ ക്വിസ് ടീമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്രേക്ഷിത വാഹിനി ഇന്ന് വന്നു നിൽക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ കണ്ണൂർ ജില്ലയിൽപ്പെട്ട പൈസക്കരി ദൈവമാതാ ഫൊറോന ദേവാലയത്തിലാണ്. 1946 ആദ്യ കുടിയേറ്റക്കാർ വണ്ണായിക്കടവിൽ കാല് കുത്തിയതോടു കൂടിയാണ് പൈസക്കരിയിലേക്കുള്ള കുടിയേറ്റക്കാർ വന്നു തുടങ്ങിയത്. കുടിയേറ്റക്കാരുടെ ജീവിതം ദുരിതപൂർണമായിരുന്നുവെങ്കിലും അവർ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിച്ചു പോന്നു. അങ്ങനെ വിശ്വാസമുള്ള ഒരു പൂർവികരുടെ പുതിയ തലമുറയാണ് ഇന്ന് നമുക്ക് മുന്നിലിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മുടെ കുഞ്ഞു മിഷണറിമാരാണ് ക്വിസ്റ്റെയിൻമെന്റിൽ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഇന്നത്തെ നമ്മുടെ 4 പാർട്ടിസിപ്പൻസിനെ ഏറ്റവും ഹാർദമായി നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. അങ്ങനെ നമ്മുടെ 4 പാർട്ടിസിപ്പൻസും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് ആശംസകൾ അറിയിക്കുവാനും അതുപോലെ തന്നെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഓഡിയൻസിന് ആശംസകൾ നേരുവാനുമായിട്ട് ഏറ്റവും യോജിച്ച വ്യക്തി മറ്റാരുമല്ല. നല്ല വാക്കുകൾ കൊണ്ട് ഇന്നത്തെ ഈ ക്വിസ്റ്റേമെന്റ് അവിസ്മരണീയമാക്കുവാനായി നമ്മുടെ പ്രിയ വികാരി ഫാദർ നോബൽ ഓണംകുളത്തിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. MST സൊസൈറ്റിയും ഷാലോം ടിവിയും സംയുക്തമായിട്ട് അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാം ഇന്ന് പൈസക്കരിയിൽ എത്തിയിരിക്കുകയാണ്. ഇതിലേറെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഇതൊരു വലിയ ചാലക ശക്തിയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. നമ്മുടെ പാർട്ടിസിപ്പൻസ് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അവരെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? നമുക്ക് അവരുടെ പേരും ഇടവകയും ചോദിച്ചറിയാം. ഇവിടെ തുടങ്ങിയാലോ? പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ആൽബിൻ തോമസ് സിബിച്ചൻ. ഞാൻ പൈസക്കരി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജോർജ് ജോസഫ് പെരുമ്പാട്ട്. ഞാൻ പൈസക്കരിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ഏഞ്ചൽ പ്രിൻസ്. ഞാൻ പയ്യാരൊടകിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ഗ്ലോറി മാത്യു. ഞാൻ പൈസക്കരി ഇടവകയിൽ നിന്ന് വരുന്നു. 3 പേര് പൈസക്കരി ഇടവകയിൽ നിന്നും ഒരാള് പയ്യാവൂർ ഇടവകയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വളരെ നല്ലൊരു മത്സരമായിരിക്കും 4 പാർട്ടിസിപ്പൻസ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. 4 പാർട്ടിസിപ്പൻസിനായും അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ആ ഗെയിം റൂൾസ് പറഞ്ഞു കൊടുക്കാം. അതെ, 4 റൗണ്ടുകളാണ് പാർട്ടിസിപ്പൻസിന് നമ്മൾ നൽകുന്നത്. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജെറുസലേം റൗണ്ട്, തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള അഡ്ജൻഡസ് റൗണ്ട്, വിഷ്വൽ റൗണ്ടായ ജെറിക്കോ റൗണ്ട്, വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന മാർഗം റൗണ്ട്. ഈ 4 റൗണ്ടുകളിൽ ഏത് ഓർഡർ വേണമെന്നുള്ളത് പാർട്ടിസിപ്പൻസിന് തീരുമാനിക്കാം. നിങ്ങൾക്ക് ജെറുസലേം ആണ് ആദ്യം ഇഷ്ടമെങ്കിൽ ജെറുസലേം, അഡ്ജൻഡസ്, ജെറിക്കോ, അല്ലെങ്കിൽ മാർഗമാണ് ആദ്യം ഇഷ്ടമെങ്കിൽ മാർഗം, അഡ്ജൻഡസ്, ജെറിക്കോ, അങ്ങനെ ഏത് ഓർഡർ വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 4 റൗണ്ടുകളിലായി 6 ചോദ്യങ്ങളും ഇടവകയെയോ
അതിരൂപതയെയോ സംബന്ധിച്ച ഒരു 7ാമത്തെ ചോദ്യം കൂടി ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓരോ റൗണ്ടിന് ശേഷവും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ 7 ചോദ്യങ്ങളും ശരിയായി പറയുന്ന വിജയിക്കായിരിക്കും മെമന്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും ലഭിക്കുക. ഈ അവസരം നമ്മളുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ ഓഡിയൻസിനും കൂടെ ഒരു ഓഡിയൻസ് റൗണ്ട് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഓഡിയൻസിനായിട്ട് 2 ചോദ്യങ്ങളാണ് ഞങ്ങൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇവിടുന്ന് സമ്മാനങ്ങൾ കൊണ്ടുപോകാനുള്ളൊരു ചാൻസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 4 പേരിൽ നിന്നും ആരായിരിക്കും ആദ്യം പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് കണ്ടറിഞ്ഞാലോ? ഒരു സമയം ഒരാളെയാണ് പ്രേക്ഷിത വാഹനത്തിൽ കയറ്റാൻ കഴിയൂ. 4 പേർക്ക് വേണ്ടി ഒരു ഗെയിമാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഈ ഗെയിമിൽ ജയിക്കുന്ന ആളായിരിക്കും നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ ആദ്യം കയറാൻ പോകുന്നത്. ഏറ്റവും എളുപ്പമുള്ളൊരു ഗെയിമാണ് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എല്ലാവരും പെട്ടെന്ന് തന്നെ ഉത്തരം പറയും പ്രേക്ഷിത വാഹിനി കയറാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഗെയിം ഇതാണ്. ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 12. അതല്ല ചോദ്യം. ഈശോയുടെ ഈ 12 ശിഷ്യന്മാരുടെ പേരുകൾ 10 സെക്കൻഡിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ആള് ആരാണോ അയാളായിരിക്കും പ്രേക്ഷിത വാഹിനിയിൽ ആദ്യം കയറാനായിട്ട് പോകുന്നത്. റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാല്ലേ? അതെ, പേര് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തേ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഈ സമയം ഓഡിയൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം, കള്ളക്കളിയൊക്കെ നടത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട്. റെഡിയല്ലേ? സോ ടൈം സ്റ്റാർട്ട്സ് നൗ. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, തോമസ്, സ്റ്റോപ്പ്. സ്റ്റാർട്ട്. തോമസ്, മത്തായി, പത്രോസ്, യൂദാസ്, സ്റ്റോപ്പ്. അടുത്ത ആൾ. മത്തായി, മർക്കോസ്, ലൂക്ക, പത്രോസ്, പൗലോസ്, തോമസ്, സ്റ്റോപ്പ്. പത്രോസ്, അന്ത്രോസ്, യാക്കോബ്, യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തലോമേ, ഹെൽബഡ് പുത്രൻ യാക്കോബ്, തദേവൂസ്, സിമിയോൻ, മത്തായി, യൂദാസ്, തോമ. 10 സെക്കൻഡ് ആയില്ല. അതിന് മുൻപേ നമ്മുടെ സ്ലീഹന്മാരുടെ പേര് പറഞ്ഞു തീർത്ത ഈ മിടുക്കന് ഇത്രയും ചെറിയ കൈയടിയോ? മോശം. കുറച്ചുകൂടി വലിയ കൈയടി കൊടുത്തേ. അങ്ങനെയാണെങ്കിൽ ബാക്കി 3 പേർക്കും സീറ്റിലേക്ക് മടങ്ങാം. നിങ്ങൾക്കായിട്ട് അടുത്ത ഗെയിം ഉണ്ട്. അടുത്ത ഗെയിം കളിച്ച് നമുക്ക് നോക്കാം ആരാണ് പ്രേക്ഷിത വാഹനിൽ അടുത്തത് കയറാൻ പോകുന്നത്. ആൽബിൻ്റെ പ്രേക്ഷിത വാഹനിൽ കയറാൻ റെഡി ആയിട്ട് ഇവിടെ നിൽക്കാണ്. പക്ഷെ ആൽബിനെ പ്രേക്ഷിത വാഹനിലേക്ക് കയറ്റുന്നതിന് മുൻപേ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ ഓഡിയൻസിന്? നമ്മൾ ആൽബിൻ്റെ ഒരു പ്രൊഫൈൽ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കാണാം. ഹായ്, എൻ്റെ പേര് ആൽബിൻ തോമസ് ബിച്ചൻ. ഞാൻ പൈസക്കരി എന്ന അതിമനോഹരമായൊരു സ്ഥലത്തു നിന്ന് വരുന്നു. വളരെയധികം ശാന്തസുന്ദരമായൊരു സ്ഥലമാണിത്. എൻ്റെ വീട്ടിൽ അപ്പച്ചൻ, മമ്മി, പപ്പ, അമ്മ, ഒരു ചേച്ചിയുണ്ട്. തളരാത്ത മനസ്സും അടിയുറച്ച ദൈവവിശ്വാസവും, ഈ 2 അടിസ്ഥാന ഘടകങ്ങളിലാണ് എൻ്റെ നാട് വളർന്നതും ഇന്നീ കാണുന്ന അവസ്ഥയിലായതും. മലമ്പാമ്പിനോടും മലമ്പനിയോടും പടവെട്ടി ഞങ്ങളുടെ പൂർവികർ പടുത്തുയർത്തിയതാണ് ഈ ദേവാലയവും സ്കൂളും എല്ലാം. ഇവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞിനോടും അവരുടെ അപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കുന്നത് ഇതുതന്നെയാണ്: പരിശുദ്ധ മാതാവിലുള്ള അടിയുറച്ച വിശ്വാസം സ്വന്തമാക്കേണ്ടതാണ്. അതുതന്നെയാണ് ഞങ്ങളുടെ നാടിൻ്റെ വിജയവും. അങ്ങനെ വളരെ മനോഹരമായി നമ്മുടെ ആൽബിൻ്റെ പ്രൊഫൈൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൽബിൻ ആരാണ്, എന്താണ്, കുറച്ചൊക്കെ നമുക്ക് വ്യക്തമായി. പക്ഷെ കൂടുതൽ മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. ആൽബിൻ പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറിക്കോളൂ. ആൽബിൻ, എന്താണ്, ടെൻഷനാണോ? ഇല്ല, കുഴപ്പമില്ല. ഇല്ല, ടെൻഷനൊന്നുമില്ല. ഗെയിമിൽ ആദ്യം തന്നെ ഉത്തരമെല്ലാം പറഞ്ഞ് പ്രേക്ഷിത വാഹിനി കയറി നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം അധികം ടെൻഷനൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ റൂൾസ് എല്ലാം അറിയില്ലേ? നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടന്നാലോ? കിടക്കാം. ഇതിലേത് റൗണ്ടാണ് ആൽബിൻ ആദ്യം ചൂസ് ചെയ്യുന്നത്? ജെറുസലേം. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ജെറുസലേം റൗണ്ടിൽ ആൽബിന് നൽകുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനും ആയിരിക്കും ഇതിലുണ്ടാവുക. ചോദ്യം കണ്ടാലോ? ഭാരതത്തിൽ വൈദിക വിദ്യാർത്ഥികളെ കൂടെ താമസിപ്പിച്ച് അജപാലന പരിശീലനം നൽകിയിരുന്ന വൈദികർ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? 4 ഓപ്ഷനാണ് ഉള്ളത്: അർക്കദിയാക്കോൻ, മൽപ്പാന്മാർ, പാതിരി, പട്ടക്കാരൻ.
മൽപ്പാന്മാർ. ഉറപ്പാണ്? ഉറപ്പ്. ഉറപ്പാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ആൻസർ ചെക്ക് ചെയ്യാം. മൽപ്പാന്മാർ. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. പോരാ കേട്ടോ, ഇത്രയും കയ്യടി പോരാ. പക്ഷെ ഈ റൗണ്ടിലെ സമ്മാനം മേടിക്കണമെങ്കിൽ ഒരു ഡയറക്റ്റ് ചോദ്യം കൂടെ ബാക്കിയുണ്ട്. നമുക്ക് ആ ചോദ്യം കാണാം. ഒരാളെ വൈദിക പരിശീലനത്തിന് അയക്കുമ്പോൾ ഇടവക ജനങ്ങൾ നൽകുന്ന അംഗീകാരത്തിന് പറഞ്ഞിരുന്ന പേര് എന്ത്? ദേശക്കുറി. ദേശക്കുറി. ഉറപ്പാണ്? ഉറപ്പ്. ആൻസർ ചെക്ക് ചെയ്യാം. ദേശക്കുറി. ഉത്തരം ശരിയാണ്. അങ്ങനെ ആദ്യത്തെ റൗണ്ടിലെ 2 ചോദ്യങ്ങളും ശരിയാക്കിയത് സമ്മാനം നേടിയിരിക്കുകയാണ്. ആ സമ്മാനം നമുക്ക് ആൽബിന് കൊടുത്തേക്കാം. പൈസക്കിരിയുടെ ചരിത്ര താളുകൾക്ക് ദീർഘമേറെയാണ്. ഈ ചരിത്രം മൊത്തം ഞങ്ങൾ പറഞ്ഞു തരുന്നതിനേക്കാൾ ഏറ്റവും ഉചിതം നിങ്ങളിൽ നിന്ന് ഒരാൾ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ചരിത്രത്തിന്റെ ഒരു നല്ല അനുഭവം നിങ്ങളുമായി സംസാരിക്കുന്നതിന് ഏറെ സ്നേഹത്തോടെ PM മാത്യു സാറിനെ സ്വാഗതം ചെയ്യുന്നു. ആദ്യകാലത്ത് 48 രൂപത ഇടവക ആരംഭിക്കുമ്പോൾ നമ്മൾ ലത്തീൻ രൂപതയുടെ കീഴിലായിരുന്നു എന്ന് ഇവിടെ പറയുകയുണ്ടായി. കോഴിക്കോട് രൂപതയുടെ കീഴിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പള്ളികൾ. ഇവിടെ ആദ്യത്തെ വിവാഹ ചടങ്ങ് നടക്കുവാൻ ആരംഭിച്ചപ്പോൾ ഒത്തുകല്യാണമാണ്, അച്ചാരക്കല്യാണം, ഒത്തുകല്യാണമാണ് ആദ്യം നടക്കേണ്ടത്. ഒത്തുകല്യാണം നടത്തുവാൻ ഇവിടെ വൈദികനോ പള്ളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് നേരത്തെ ആരോ സൂചിപ്പിച്ച പോലെ അക്കാലത്ത് ഇവിടെ വിശുദ്ധബലി അർപ്പിച്ചിരുന്നത് വായാട്ടുപറമ്പിൽ നിന്ന് വന്ന ഫാദർ ജോസഫ് കിഴക്കും ഭാഗമാണ്. അദ്ദേഹത്തോട് ഈ വിവാഹക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇടദിവസങ്ങളിൽ വരാൻ സാധ്യമല്ലാത്തതിനാൽ അദ്ദേഹം തൃച്ചംബരം പള്ളിയുടെ, തളിപ്പറമ്പിന് കുറച്ച് തെക്ക് ഭാഗത്തുള്ള തൃച്ചംബരം പള്ളിയുടെ വികാരിയും കൂടിയായിരുന്നു, ചുമതലയും അദ്ദേഹത്തിനായിരുന്നു. അവിടെ ചെല്ലാൻ ആവശ്യപ്പെട്ടു. അതിനൊരു ദിവസം പറഞ്ഞു കൊടുത്ത് ഒരു വ്യാഴാഴ്ച ഇവിടെ എത്താൻ പറഞ്ഞു. വരനും വധുവും 2 വീട്ടുകാരും ബുധനാഴ്ച രാവിലെ തന്നെ യാത്ര ആരംഭിച്ചു. തൃച്ചംബരത്ത് എത്തണമല്ലോ. ഇവിടുന്ന് ബസ്സോ ജീപ്പോ കാറോ ഒന്നുമില്ല. അവർ ഇവിടുന്ന് നടപ്പാരംഭിച്ചു. ബുധനാഴ്ച രാവിലെ നടപ്പാരംഭിച്ചു. രണ്ട് ടീമായിട്ട്, വരൻ്റെ കൂട്ടരും വധുവിൻ്റെ കൂട്ടരും. നടന്ന് രാത്രിയോടുകൂടി തളിപ്പുറം വരെ നടക്കുകയില്ല. അല്ലാതെ ഇവിടുന്ന് ജീപ്പോ ഓട്ടോയോ ഒന്നും കിട്ടിയില്ല. തളിപ്പുറം വരെ നടന്ന് സന്ധ്യയോടുകൂടി തളിപ്പറമ്പിലെത്തി അവിടെ വിശ്രമിച്ചു. പിറ്റേ ദിവസം രാവിലെ ഉച്ചയോടുകൂടി തൃച്ചംബരം പള്ളിയിലെത്തി വിവാഹവും അച്ചാര കല്യാണവും നടത്തി. പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ അവിടുന്ന് പുറപ്പെട്ടു. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടുകൂടി പൈസക്കലിലെത്തി. ഒരു അച്ചാര കല്യാണത്തിന് ദിവസമെടുത്ത് 3. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും നടക്കുമോ? ഒരു 6 ദിവസം പോലും വേണ്ട അച്ചാര കല്യാണത്തിന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചരിത്രത്തിന്റെ ഒരു ഏട് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്ന PM മാത്യു സാറിന് ഒത്തിരി നന്ദി. ആൽബിൻ, ഇനിയും 3 റൗണ്ടാണ് ആൽബിനെ കാത്തു നിൽക്കുന്നത്. ഇതിലേത് റൗണ്ടാണ് അടുത്തതായിട്ട് ആൽബിന് വേണ്ടത്? ജെറിക്കോ. വിഷ്വൽ റൗണ്ടായ ജെറിക്കോയാണ് ആൽബിൻ അടുത്തായി ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ റൗണ്ടിൽ സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന നോട്ട്സ് എല്ലാം എഴുതിയെടുക്കാനായി അവിടെ ഒരു റൈറ്റിംഗ് പാഡും പെന്നും ഇരിപ്പുണ്ട്. അത് ഉപയോഗിക്കുക. അതിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. തോമസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ അരപ്പള്ളി എന്നറിയപ്പെടുന്ന പള്ളി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിൽ അഴകിയ മണ്ഡപം എന്ന സ്ഥലത്ത് നിന്നും 2 കിലോമീറ്റർ മാറിയാണ്. കൊറമണ്ടൽ തീരത്ത് നിന്ന് ഇവിടെ എത്തിയ തോമസ് ലീഹായെ തിരുവള്ളുവർ കാണുകയും അദ്ദേഹം വഴി രാജാവും സ്ലീഹയെക്കുറിച്ച് കേൾക്കുവാനിടയായി. സ്ലീഹായുടെ ദൈവികതയിൽ വിശ്വാസം വന്ന രാജാവ് 300 ഏക്കർ സ്ഥലം കരമൊഴിവാക്കി നൽകി. പള്ളി പണിയാൻ കല്ലും രാജാവ് നൽകി. അങ്ങനെ തോമസ് ലീഹായുടെ നേതൃത്വത്തിൽ തിരുവാങ്കോട്ടെ ക്രൈസ്തവർ 63-ൽ പണിത പള്ളിയാണ് ഇന്നും നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. അരപ്പള്ളി എന്നാൽ പൂർത്തിയാകാത്ത പള്ളി എന്നല്ല അർത്ഥം. അരജന്റെ, അതായത് രാജാവിന്റെ പള്ളി എന്നാണ് അർത്ഥം. വീഡിയോ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു? നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തു? ഏകദേശം. വരുന്ന ചോദ്യത്തിന് എന്തായാലും ഉത്തരം പറയാൻ പറ്റും. ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ചോദ്യം കണ്ടാലോ? ചോദ്യം ഇതാണ്: തോമസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ തിരുവിതാംകോട് അരപ്പള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
തിരുവനന്തപുരം നാഗർകോടടുത്ത്. തിരുവനന്തപുരം നാഗർകോവിലിനടുത്ത്. ആ. അതെ, അത് ഏത് സംസ്ഥാനമാണെന്ന്? തമിഴ്നാട്. തമിഴ്നാട്. നമുക്കിന്ന് ആൻസർ ചെക്ക് ചെയ്താലോ? തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിൽ അഴകിയ മണ്ഡപത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെ. ഉത്തരം ശരിയല്ലേ? അതെ. നിങ്ങളെ ഓഡിയൻസ് എന്താണ് കൈയടിക്കാത്തത്? നമ്മുടെ ആൽബിൻ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. ഈ റൗണ്ടിൽ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സമ്മാനം കൊടുത്തേക്കാം. രണ്ട് റൗണ്ട് ആൽബിൻ്റെ കഴിഞ്ഞല്ലേ അല്ലേ? ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചോദ്യം വേണ്ടേ? ഇങ്ങനെ ഇരുന്നിട്ട് ബോറടിക്കുന്നില്ലേ? ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു നിങ്ങളെ ഓഡിയൻസിനായിട്ട് ഞങ്ങൾ ചോദ്യങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ. അവിടെ ആ ചേച്ചി റെഡിയാണ്. ചോദിച്ചോളാനല്ലേ പറഞ്ഞേ? ചോദിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദിക്കാണ്. പൈസക്കരിയിൽ ആദ്യ ദിവ്യബലി അർപ്പിച്ചത് എന്ന്? പൈസക്കരിയിൽ ആദ്യ ദിവ്യബലി അർപ്പിച്ചത് എന്ന്? എന്തേ ആരും കൈപൊക്കാത്തെ? ഒന്ന് പെട്ടെന്ന് ആലോചിച്ച് കറക്റ്റ് ആൻസറുമായിട്ട് ഓടി വന്നേ. അവിടെ ഒരു അപ്പച്ചൻ ഇങ്ങനെ ആയുന്നുണ്ട്. വരൂ. സമ്മാനം വേണോ? നമ്മുടെ പ്രേക്ഷിതവാണി സമ്മാനമൊക്കെ തരും. 1948 ജൂൺ 29. ആൻസർ ഇതാണ്. 1948 ജൂൺ 29 കറക്റ്റ് ആൻസർ ആണ്. ആൽബിൻ, 2 റൗണ്ട് ഇനി അവശേഷിക്കുന്നുണ്ട്. നമുക്ക് വേഗം തന്നെ അടുത്ത റൗണ്ട് ഏതാണ് നോക്കിയാലോ? നോക്കാം. അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് വേണ്ടത്? ആദ്യന്തസ്. തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡേഴ്സ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ടാകും. സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് എന്ന ഓപ്ഷനാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. മനസ്സിലായില്ലേ? ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? സെന്റ് തോമസ്. സെന്റ് തോമസ് ആണ് ആൽബിൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. തോമസ് ലിഹ കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ജന്മം നൽകിയ ആദ്യ സ്ഥലം ഏത്? 4 ഓപ്ഷനാണുള്ളത്. മൈലാപ്പൂർ, മാലിയങ്കര, മലയാറ്റൂർ, കൊല്ലം. മാലിയങ്കര. മാലിയങ്കര. ചെറിയൊരു സംശയം ഉണ്ടായിരുന്നോ? ചെറുതായിട്ട്. ആ സംശയം ഉറപ്പിക്കുകയാണോ അതോ അടുത്ത ആൻസർ പറയുന്നുണ്ടോ? മാലിയങ്കര. ഉറപ്പിക്കുകയാണ്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. മാലിയങ്കര. ഉത്തരം ശരിയാണ്. ഉത്തരം മാറ്റി പറയാൻ ഇത് എന്തുകൊണ്ട് നന്നായല്ലേ? അതെ അതെ അതെ. പക്ഷേ ഒരു ഡയറക്റ്റ് ചോദ്യം കൂടി നമുക്ക് ബാക്കിയുണ്ട്. ആ ചോദ്യം നോക്കാം. ഭാരതമേ നിന്റെ രക്ഷ നിന്റെ മക്കളിൽ, ഇത് ആരുടെ വാക്കുകളാണ്? ലയോ 13 മാർപ്പാപ്പയുടെ. ഒട്ടും സംശയിക്കേണ്ടി വന്നില്ല. ആരൊക്കെയോ കൈയടിക്കുന്നുണ്ട്. ഉത്തരം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതെ, ഉറപ്പാണെന്നാണ് പറയുന്നത്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ലയോ 13 മാർപ്പാപ്പ. ഉത്തരം ശരിയാണ്. അപ്പോൾ ഈ റൗണ്ടിലെ 2 ചോദ്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സമ്മാനവും നേടിയിട്ടുണ്ട്. നമുക്ക് ആ സമ്മാനം കൊടുക്കാം. ഇവരുടെ കൈയടിക്ക് കുറച്ച് എനർജി കുറവാണല്ലേ? അത് ഇവരുടെ കയ്യടിക്ക് എനർജി കുറവാണെങ്കിലും നമ്മൾ അടുത്ത് കൊണ്ടുവരാൻ പോകുന്ന എൻ്റർടൈൻമെൻറ്റിന് കയ്യടി ഇവരെന്തായാലും നല്ല രീതിയിൽ കൊടുക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കണ്ട. ആരെയാണ് വിളിക്കാൻ പോകുന്നത്? നല്ലൊരു മാർഗംകളിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ റെഡി ആക്കിയിട്ടുള്ളത്. നമ്മുടെ ഇടവകയിലെ തന്നെ മിടുക്കികളായ കുട്ടികൾ, അതും 10ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഒരു മാർഗംകളിയുമായിട്ട് വരുന്നത്. വളരെ സ്നേഹത്തോടെ അവരെ സ്വാഗതം ചെയ്യുന്നു. Me
തിരുമുൻപാകെ വിധി പോലെ വാതാകൃന്തേ മനഗുണമുടയവൻ അരുളാൻ വാനവർ മഹിമയുടെത്തിയ നന്നുടനെ ഇതത്തിലെ മർദ്ദല നിറുകിട്ടും അതിനൊരു നേരത്തിൽ മംഗളമായവർ ഉകീച്ച് ഇതത്തിലെ കൊണ്ടവൻ ഒരു ഞൊട്ടിയലവാൾ ചെന്നറിയിച്ചവൻ ചിന്നമലയ്ക്ക് ഇതത്തിലെ കരുണയൊട്ടിത്തു വഴി ചൊൽവതിനഴകാൻ അങ്ങുമിങ്ങും മന സദപരിച ഇതത്തിലെ നലമുടുക്കലാകിൻ നിറമഴകൾ നന്ദുനിയും കടപലതരമി തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി നന്മവരും മകപലമൊഴിയെ സുതി നന്മ മറന്നുകൾ പുറമേതി തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി ഉടുമ്പിൽ നിന്നുയിരെടുത്ത ആകാശേ ഉയരവൻ ഇരുപ്പിടം ഉകീച്ച് ഇതത്തിലെ ഉടുമായിലൂട്ടയവൻ കൂട്ടം പെടുത്തഴകാൻ നന്മ നിറഞ്ഞൊരു പള്ളിയിലെ ഇതത്തിലെ വക്തനമിത് മക്കളും മരുന്നിനെ മല്ല വഴിക്ക് നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി വൻപിനെ ഒഴിയാ പെരിയവനൊരു വഴിച്ചിരമോട് തേടി പുലരാമി തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി തിത്ത തകത തികത 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 താങ്കർ തിത്ത താങ്കർ തികത ഇന്ദേ തത്ത തിത്ത തികതേ ആൽബിൻ, ഓരോ റൗണ്ട് കൂടിയാണ് ആൽബിന് ബാക്കി നിൽക്കുന്നത്. നമുക്ക് ആ റൗണ്ട് നോക്കിയാലോ? നോക്കാം. ഇനി അവശേഷിക്കുന്നത് മാർഗം റൗണ്ടാണ്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ സ്ക്രീനിൽ കാണിക്കും. നമുക്ക് ആദ്യമേ നോക്കാം ഏതൊക്കെയാണ് 2 വിശുദ്ധരെന്ന്. വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ ചാവറ കുര്യാക്കോസ്. ആരെയാണ് ഓപ്റ്റ് ചെയ്യുന്നത്? ഓപ്റ്റ് ചെയ്യുന്ന വിശുദ്ധയോ വിശുദ്ധനെയോ കുറിച്ചായിരിക്കും ചോദ്യം വരാൻ പോകുന്നത്. വിശുദ്ധ അൽഫോൻസാമ. ഇനി നമുക്ക് അൽഫോൻസാമയുടെ ചോദ്യം നോക്കിയാലോ? നോക്കാം. അൽഫോൻസാമയെ കുറിച്ചുള്ള ചോദ്യം ഇതാണ്: അൽഫോൻസ ആദ്യ കുർബാന സ്വീകരണം നടത്തിയത് എന്ന്? അൽഫോൻസാമ ആദ്യ കുർബാന സ്വീകരണം നടത്തിയത് എന്ന്? ഇയർ മാത്രം പറഞ്ഞാൽ മതിയോ? ഇയർ ആണെങ്കിലും പറഞ്ഞു. 1918, 1918. ഉറപ്പാണോ? ഉറപ്പാ. ഉറപ്പാണോ? ആൻസർ തെറ്റിപ്പോയാലോ? തെറ്റിപ്പോയാ തെറ്റിപ്പോകും. ഓഡിയൻസ് ഒക്കെ ചിരിക്കുന്നു. എന്തായാലും നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം അല്ലേ? 1918 എന്നാണ് പറഞ്ഞത്. ഒരു വർഷം കൂടിപ്പോയി. 1917 നവംബർ 11. കുഴപ്പമില്ല അല്ലേ? സങ്കടമുണ്ടോ? ഇല്ലില്ല. നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, തെറ്റിപ്പോവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ റൗണ്ടിൽ ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ചോദ്യം കഴിഞ്ഞു. ആ ചോദ്യം തെറ്റിപ്പോയി, സാരില്ല. പക്ഷെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് നമ്മുടെ ഓഡിയൻസിന് നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്താലോ? ഓക്കെ. ഓഡിയൻസിന് ചോദ്യം വേണ്ടേ? തരണേ തന്നോ എന്ന്. എളുപ്പമുള്ളത് തരണോ അല്ലേ? എളുപ്പമുള്ളതാണ്. എളുപ്പമുള്ള ചോദ്യമാണ്. നേരത്തെ ചോദിച്ച ചോദ്യമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. പൈസക്കരിയിൽ ആദ്യ ദിവ്യബലി അർപ്പിച്ചത് ആരാണ് എന്നാണെന്ന് അറിയാം. ഇപ്പൊ ആരാണ് എന്നാണ് ചോദ്യം. അവര് ഡിസ്കസ് ചെയ്യാണ്. സമ്മാനം മേടിക്കാനായിട്ടേ ആ ടീമിന് നല്ല എനർജിയാണ്. നിങ്ങളൊന്ന് ഡിസ്കസ് അറിയാമോ? അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോരെ. നല്ലൊരു കൈയടി കൊടുത്തേ ആ ചേച്ചിക്ക്. ഫാദർ ജോസഫ് കിഴക്കമ്പാകം. ഉത്തരം കറക്റ്റ് ആണ്. ഫാദർ ജോസഫ് കിഴക്കുഭാഗം. സമ്മാനം വേണ്ടേ? വേണം. ആൽബിൻ, ഒരു ജനറൽ ക്വസ്റ്റ്യൻ കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. അതിനെന്തായാലും ഉത്തരം പറയും അല്ലേ? ശ്രമിക്കാം. ചോദിച്ചോട്ടെ. ഓക്കെ. ചോദ്യം ഇതാണ്: നിലവിലെ പൈസക്കരിയുടെ വികാരി ഫാദർ നോബൽ ഓണംകുളം എത്രാമത്തെ വികാരിയാണ്? 24ാമത്. കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ടാണ് 24 പറഞ്ഞത്. എണ്ണി നോക്കിയോ? ഡൗട്ട് ഉണ്ട്. 23 24 ഡൗട്ട് ഉണ്ടായിരുന്നു. 24 എന്നാണ് പറയുന്നത്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ കറക്റ്റ് ആണ്. 24ാമത്തെ വികാരിയാണ് നിലവിലെ ഫാദർ നോബൽ ഓണംകുളം. അവരുടെ സന്തോഷം നോക്കിക്കേ. ചേച്ചിക്ക് എന്ത് എനർജറ്റിക് ആയിട്ടാ കൈയടിക്കുന്നത്. ആൽബിനെ, സമ്മാനം വേണ്ടേ? വേണം. അങ്ങനെ 7 ചോദ്യവും കഴിഞ്ഞു. പക്ഷെ ഒരു ഉത്തരം തെറ്റിപ്പോയത് കൊണ്ട് മെമന്റോ ഇല്ല. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും ആ സമ്മാനങ്ങളുമായിട്ട് നമുക്ക് തിരികെ പോകാം. അങ്ങനെയാണെങ്കിൽ സമ്മാനങ്ങൾ എടുത്ത് താഴേക്ക് പോരും.
പാർട്ടിസിപ്പൻസിനെ ബാക്കി നിർത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതി ആണ് അത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാന്റോ മിഷൻ ക്രിസ്റ്റേമന്റ്. This is Sinu. This is Likita. Signing off. Thank you. പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ